സാർ, റോയിയുടെ മരണത്തിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അതായത് ആദ്യ ഭാര്യയെ കുറിച്ചൊക്കെ ചില പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്നുണ്ട്. അത്ര ഒരു ഈ പറയുന്ന അത്ര നന്മമരമായിരുന്നില്ല റോയി എന്നൊക്കെ ഉള്ളതാണ് പുറത്തു വരുന്ന കാര്യങ്ങൾ. അതായത് ചില ദുരൂഹതകൾ ഉണ്ട്. ഇപ്പോ ഈഡി റെയ്ഡിന് വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ കയറി ഒരു തോക്കെടുത്തങ്ങ് വെടിവെച്ച് മരിക്കാൻ വേണ്ടി മാത്രമുള്ള ബുദ്ധിശൂന്യനല്ല CJ റോയി എന്നെല്ലാവർക്കും അറിയാം. ഇപ്പോ ഈ മറ്റ് ചില റിയൽ എസ്റ്റേറ്റ് ആളുകളെ കുറിച്ചും ചില ഗ്രൂപ്പുകളെ കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ 1997 ഒരു 1977 97 എനിക്ക് ഓർമ്മയില്ല, 1997 ഒരു സ്ഥാപനം തുടങ്ങി, ക്രിസ്റ്റൽ ഗ്രൂപ്പ്. ആ സ്ഥാപനത്തിലെ മാനേജറായിട്ട് പോയ റോയി പിന്നീട് പാർട്ട്ണർ ആകുന്നു. ഇത് റോയി തന്നെ പറഞ്ഞതാണ്. തന്നെയല്ല, ക്രിസ്റ്റലിന്റെ ഉടമയുടെ പാർട്ണർ ഇദ്ദേഹത്തിന്റെ പാർട്ണറും അങ്ങനെയും പറയുന്നുണ്ട്. മാത്രമല്ല ഈ 210 കോടി അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെച്ചാണ് ഇവര് 2005 പിരിഞ്ഞത് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഉടമകളുമായിട്ട്. അന്ന് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഉടമയുടെ ഭാര്യയും അക്കൗണ്ടന്റും ഓഡിറ്ററും ഈ റോയിയും കൂടെ നിന്നിട്ടാണ് ഈ വീതം വെച്ചത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം ഇദ്ദേഹത്തിന് അന്ന് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ കമ്പനിയിൽ ഇവർ ചേർന്നുണ്ടാക്കിയ 350 സ്റ്റാഫ് അടക്കം ക്രിസ്റ്റൽ ഗ്രൂപ്പ് എടുത്തു. എന്നിട്ട് തരിച്ചു ഭൂമി എങ്ങാണ്ടൊക്കെയാണ് ഈ റോയിക്ക് എവിടെയൊക്കെ കൊടുത്തതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ അതായത് റോയിയെ തന്നെ വെള്ളം പൂശാൻ ശ്രമിച്ചതാണോ? മരണശേഷമാണ്. മരണം ആരെയും വിശുദ്ധനാക്കുന്നില്ല. ഒരുപക്ഷെ ജീവിച്ചിരുന്നപ്പോൾ റോയി വിശുദ്ധനായിരിക്കാം, പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോൾ റോയി അത്ര വിശുദ്ധനല്ല എന്നാണ് പല ഭാഗത്തു നിന്നും പലരും പറഞ്ഞു കേൾക്കുന്നത്. സാറിന് എന്ത് തോന്നുന്നു? ക്രിസ്ത്യാനികൾക്ക് 2 മാർഗങ്ങളുണ്ട്. ഒന്ന്, അവരെ പ്രലോഭിപ്പിക്കാൻ 2 പേരുണ്ട്. ഒന്ന് മാലാഖയും, മറ്റൊരു ചെകുത്താനും. ഈ ചെകുത്താൻ്റെ മാർഗമാണോ മാലാഖയുടെ മാർഗമാണോ ഇദ്ദേഹം സ്വീകരിച്ചിരുന്നത്, അതനുസരിച്ചായിരിക്കും സ്വർഗമാണോ നരകമാണോ ഇദ്ദേഹത്തിന് നീട്ടുന്നതെന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഇനിയിപ്പോൾ ഈ ഭൗതിക ലോകത്തിൽ അദ്ദേഹത്തിന് ഒരു ശിക്ഷയും കിട്ടാനില്ല. കാരണം കിട്ടാവുന്നതിൻ്റെ ശിക്ഷയുടെ ഏറ്റവും വലിയ ഭാഗം സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് ആർക്കും ശിക്ഷിക്കാനാവാത്ത ദൂരങ്ങളിലേക്കും ഒക്കെ പോയി കഴിഞ്ഞു. എങ്കിലും ഇദ്ദേഹം കണ്ണീര് കുടിപ്പിച്ച പലരും ഈ ലോകത്തിൽ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. സാധാരണഗതിയിൽ ഷേക്സ്പിയർ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ മരിക്കുന്നതോടുകൂടി അയാളുടെ തിന്മകൾ മുഴുവൻ അസ്തമിക്കുന്നു, നന്മകൾ മാത്രം അവശേഷിക്കുന്നു എന്നാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പുറത്തുവിട്ട കാര്യങ്ങളല്ല, സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും ആളുകൾ വഴിയും പുറത്തുവിടുന്ന കാര്യങ്ങളൊക്കെ വളരെ ദുരൂഹവും നമ്മളെ ഒരുപക്ഷെ ഞെട്ടിപ്പിക്കുന്നതും അലോസരപ്പെടുത്തുന്നതുമാണ്. മരിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ നമ്മൾക്കൊട്ടും ആഗ്രഹമില്ല. പക്ഷേ അറിയുന്നിടത്തോളം ഒരുപാട് പേരെ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പറഞ്ഞ പോലെ 1997 ക്രിസ്റ്റൽ ഗ്രൂപ്പുമായിട്ട് അവിടെ മാനേജരായിട്ട് ഇദ്ദേഹം കയറുന്നു. അവിടെ അദ്ദേഹം ആ പാവപ്പെട്ട ഉടമയെ പറ്റിച്ചുകൊണ്ട് അതിൻ്റെ സ്വത്ത് മാത്രമല്ല, വകകൾ മാത്രമല്ല, ആ ഉടമയുടെ ഭാര്യയെ കൂടി പ്രലോഭിച്ച് ഇദ്ദേഹത്തിൻ്റെ വശത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അതുമൂലം വാസ്തവത്തിൽ ഈ ബിസിനസ് ലോകത്ത് ഇത് ധാരാളമായിട്ടുള്ളതാണ്. നമ്മൾ കണ്ട ശരവണ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥൻ അവിടുത്തെ ഒരു ജോലിക്കാരൻ്റെ ഭാര്യയെ കാമിച്ചിട്ട് അവരെ വേണമെന്നുള്ള ഉത്കടമായ അഭിനിവേശത്തിൻ്റെ ഫലമായിട്ട് ഇത് സമ്മതിക്കുന്നില്ല, ആ ബന്ധത്തിൽ ഏർപ്പെടാൻ. തൻ്റെ കീഴ് ജീവനക്കാരെല്ലാം തൻ്റെ അടിമകളാണെന്ന് വിചാരിച്ച ഈ ഉടമയ്ക്ക് വശപ്പെടാൻ ഈ ആൾ സമ്മതിക്കുന്നില്ല, ഈ സ്ത്രീ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഉടമയെ കൊന്ന് ഇവളെ സ്വന്തമാക്കുകയാണ് ശരവണ ഗ്രൂപ്പ് ആൾ ചെയ്തത് എന്നുള്ള കേസ് പത്രദ്വാര പുറത്തു വന്നത്. അദ്ദേഹം അതൊരിക്കലും സമ്മതിച്ചിട്ടില്ല. രാജഗോപാൽ എന്ന് പറയുന്ന ആള്, അദ്ദേഹം ഇപ്പോൾ അതിൻ്റെ നീതി നിർവഹണ പ്രക്രിയയിൽ പെട്ടിരിക്കുക. കൊലപാതകം ആളെ കൊല്ലുകയാണ് ചെയ്തത്. അതിന്റെ സ്ത്രീയുടെ പോരാട്ടമാ, അവര് ഭർത്താവിന്റെ മരണത്തിൽ പരാതി കൊടുത്തുകൊണ്ട് നടത്തിയ പോരാട്ടം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം ബിസിനസ് ലോകത്ത് നടക്കുന്നുണ്ട്. കാരണം പണം ഒരുപാട് ഉണ്ടായി കഴിയുമ്പോൾ അവരുടെ മോഹങ്ങളും വർദ്ധിക്കും. ആ മോഹങ്ങൾ വർദ്ധിച്ചതിനനുസരിച്ച് ആ മോഹത്തിന്റെ സെക്ഷുവൽ സ്ലേവ്സ് ആക്കാൻ അവർ ശ്രമിക്കും. എപ്സ്റ്റീൻ ഫയൽസിൽ തന്നെ അതല്ലേ നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള കാമമോഹിതരായിട്ടുള്ള ആൾക്കാർ കൂടിയാണ് പല ബിസിനസ്മാരും. അങ്ങനെയുള്ള ഇവർക്ക് അല്ലാതെ വേറെ ഒരുപാട് ബന്ധങ്ങൾ കാണാറുണ്ട്. എപ്സ്റ്റീൻ ഫയൽസ് നോക്കിയാൽ കാണാം. റഷ്യൻ സ്ത്രീകളുമായിട്ട് ബന്ധം, യൂറോപ്യൻ സ്ത്രീകളുമായിട്ട് ബന്ധം, ലോകത്തിലെവിടെ
സുന്ദരികളായ ആൾക്കാരുണ്ടോ അവരുമായിട്ടെല്ലാം ബന്ധം. അവർക്ക് ഈ ഇന്ദ്രനെ പോലെ എന്താ വേണ്ടത്? അപ്സരസുകളും വേണം. പണം മാത്രം പോരാ, മദ്യം, അതുപോലെ തന്നെ ലഹരി, അതുപോലെ തന്നെ ധനം, ഇതെല്ലാം അവർക്ക് സ്വന്തമായിട്ട് വേണം. അതെല്ലാം സ്വന്തമാക്കാനുള്ള പണം അവർക്കുണ്ട് താനും. ഇപ്പം ചുങ്കം മേരി എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അത് AV ജോർജ് ഗ്രൂപ്പിൽപ്പെട്ട AV ജോർജ്, അദ്ദേഹം ഇപ്പോഴില്ല, അദ്ദേഹത്തിന് ഒന്നും മരുത്തായിരിക്കട്ടെ എന്ന് പറയുന്ന ആള് സ്വന്തമാക്കിയിരുന്നു. അപ്പോൾ ആ സ്വന്തമാക്കാനുള്ള ഉഭയസമ്മത പ്രകാരമാണെങ്കിൽ ഒരു കുറ്റമല്ല. അപ്പോൾ ബിസിനസ് ലോകത്ത് ഇതൊക്കെ നമ്മൾ ധാരാളം കാണുന്ന ബിസിനസിന്റെ ഒരു ഭാഗവും കൂടിയാണ്. സ്ത്രീകളെ ഉപയോഗിച്ച് തന്നെ പിന്നെ മറ്റുള്ളവരെ പ്രലോഭിപ്പിക്കാനും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഇതങ്ങനല്ല. കല്യാണം കഴിച്ച ഒരു സ്ത്രീയെ അവരുടെ ഹിതത്തിന് വിപരീതമായിട്ട് സ്വന്തമാക്കുകയും ഒരുമിച്ച് കഴിയുകയും ഒക്കെ ചെയ്ത വിവാഹബന്ധമാണോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. നമ്മൾ ഒരാളിൻ്റെ സ്വകാര്യ മുതലാളിയുടെ സ്വകാര്യങ്ങളിലേക്ക് നമ്മൾ അങ്ങനെ ആഴ്ന്നിറങ്ങാറില്ല. ഈ മരണം, ദുരൂഹമായ മരണം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് 2005 അപ്പോൾ ഏതാണ്ട് 8 വർഷക്കാലത്തോളം ഈ ക്രിസ്റ്റലുമായിട്ട് ചേർന്നാണ് ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അതിനുശേഷം ഈ ഭാര്യയെ സ്വന്തമാക്കുകയാണ് ചെയ്തത്. ഇവിടെ വമ്പിച്ച, അത് നമ്മുടെ വിഷയമല്ല സ്വകാര്യ ജീവിതം, പക്ഷെ വമ്പിച്ച ഒരു വെട്ടിപ്പ് നടന്നിരിക്കുന്നു. ഇപ്പോൾ റോബർട്ട് വാദ്ര ഏത് കേസിലാണോ പ്രതിയായിരിക്കുന്നത് അതിനേക്കാൾ വലിയ പ്രമാദമായ ഒരു കേസ് ഇക്കാര്യത്തിൽ ഉണ്ട്, നിലനിൽപ്പുണ്ട്. നേരത്തെ തന്നെ ഇദ്ദേഹത്തിനെതിരെ ഒരു ഇടിയും ഒരു IT-യും ഒരു CBI അന്വേഷണം നടത്തിയില്ല. അതായത് 2.10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച അസറ്റ് അദ്ദേഹം വിറ്റഴിച്ചത് 630 കോടി രൂപയ്ക്കാണ്. അപ്പോൾ എത്ര കോടി രൂപയുടെ വ്യത്യാസമാണ് അതിൽ വന്നിട്ടുള്ളത്? അപ്പോൾ ആരെ പറ്റിക്കുകയായിരുന്നു എന്നാണ് അർത്ഥം. അതെന്ന് പറഞ്ഞാൽ കബളിപ്പിക്കൽ, അത് നടന്നിട്ടുണ്ട് വൻതോതിൽ. അതിൽ നിന്നാണ് വെച്ചടി ഇദ്ദേഹത്തിന് കയറ്റം വന്നിട്ടുള്ളത്. ഏതാണ്ട് 90,000 കോടി അല്ലേ ഉള്ള ആസ്തിയിലാണ് മരിക്കുമ്പോൾ അദ്ദേഹത്തിനുള്ള 90,000 കോടി രൂപയുടെ ആസ്തിയുമായിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. നോക്കൂ, പണം കൊണ്ട് രക്ഷിക്കാൻ പറ്റിയോ അദ്ദേഹത്തിനെ? പണം കൊണ്ട് രക്ഷിക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, നമ്മൾക്ക് അറിയാവുന്നതുപോലെ കർമ്മം പിന്തുടരും. മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജിനെ അദ്ദേഹം ചെയ്ത കുറ്റങ്ങൾ എങ്ങനെ പിന്തുടർന്ന് വേട്ടയാടിയോ, ആ സ്ഥാനം തെറിപ്പിച്ചു, അതുപോലെ ഇത് വേട്ടയാടിക്കൊണ്ടിരിക്കും. പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് കർമ്മഫലങ്ങൾ പിന്തുടരും. അതുപോലെ ടോൾസ്റ്റോയ് പറഞ്ഞിട്ടുണ്ട്, ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ്. കുറച്ച് കാലമെടുത്തെങ്കിലും, ഇത് 2005 നടന്ന സംഭവമാണെങ്കിലും ഇത്രയും കാലമെടുത്ത് ഒരു 2 ദശാബ്ദത്തിന് ശേഷം കാലം കാവ്യനീതി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. കൊയ്യും. അതെ, അതെ, എക്സാക്ട്ലി. കാറ്റ് വിതച്ചവൻ കൊടുങ്കാറ്റ് ചെയ്യുന്ന ഒരു ചിത്രം ബൈബിൾ പറഞ്ഞ പോലെ തന്നെ. വിശുദ്ധമായ ബൈബിൾ എന്ന് പറയുന്ന പുണ്യ ഗ്രന്ഥം, ഹോളി സ്ക്രിപ്ചർ പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെ ആരും രക്ഷിക്കാനുണ്ടായില്ല. ഇവിടെ പണം കൊണ്ടോ മദ്യം കൊണ്ടോ മദിരാക്ഷിയെ കൊണ്ടോ ഒന്നും രക്ഷിക്കാൻ പറ്റിയില്ല. സ്വയം വെടിവെക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. IT എന്ന് പറയുന്ന റെയ്ഡ് കൊണ്ടാണെന്നും പറഞ്ഞ് മോദിയെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? IT പ്രായേണ ഒരാടാണ്. അവർ കുൽസിതമായ ചോദ്യങ്ങളൊന്നും ചെയ്യത്തില്ല. നിങ്ങളുടെ നികുതി അടച്ചിട്ടില്ല, അതിങ്ങ് അടച്ചു കഴിഞ്ഞാൽ അവർ തീർന്നു. അവരാരെയും സമ്മർദ്ദത്തിലാക്കാനോ കുഴപ്പത്തിലാക്കാനോ ക്രൂരമായിട്ട് യുദ്ധം ചെയ്യാനോ ഒന്നും പോകുന്നവരല്ല. മറ്റെന്തോ ആണ് കാരണം. IT-യെ പഴിചാരി ഈ മരണത്തിൻ്റെ ഉത്തരവാദിത്തം അങ്ങോട്ട് ചായ്ക്കാനൊന്നും നോക്കണ്ട. അത് നിഷ്ഫലമായ ശ്രമമാണ്. ഇവിടെ അദ്ദേഹം ഒന്നുകിൽ ആ മുറിയിൽ ആരോ പതിയിരുന്ന അദ്ദേഹത്തിനെ കൊന്നിട്ടുണ്ട്. ഇതല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പുറം ലോകം അറിഞ്ഞാൽ നാണക്കേടുണ്ടാക്കുന്ന എന്തോ രഹസ്യങ്ങളുടെ അറ അദ്ദേഹത്തിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിലുണ്ട്. ആ മുറി തുറക്കാൻ പറഞ്ഞു. അപ്പോൾ ജീവനക്കാർ പറഞ്ഞു, ഇദ്ദേഹം ദുബായിലാണ് സ്ഥിരം താമസം, കോർപ്പറേറ്റ് ഓഫീസിലൊന്നും അല്ല. അവിടുന്ന് ഇദ്ദേഹം വന്നപ്പോൾ ഒരു പക്ഷേ IT ആവശ്യപ്പെട്ട് കാണും. അപ്പോൾ അദ്ദേഹം ഞാൻ അമ്മയെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആരെയും മുറിയിലോട്ട് വിടണ്ടെന്നും പറഞ്ഞ് അദ്ദേഹം പോയി കോർപ്പറേറ്റ് ഓഫീസിലോട്ട് പോയി. ഇവിടെ പറയുന്ന കോർപ്പറേറ്റ് ഓഫീസിൽ പോയിട്ട് അപ്പോഴത്തേക്ക് ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ ഇദ്ദേഹത്തെ പിന്തുടർന്ന് മുറി വരെ ചെന്നു. അപ്പോൾ ഞാൻ അമ്മയോട് സംസാരിക്കുമ്പോൾ അത് സ്വകാര്യമാണല്ലോ എന്ന് പറഞ്ഞ് ഇദ്ദേഹം പുറത്തേക്ക് പോയി. പുറത്തേക്ക് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ഇദ്ദേഹം വിളിക്കുകയൊന്നും ചെയ്യാതെ കണ്ടപ്പോൾ അദ്ദേഹം ചെന്നു. ശബ്ദം കേട്ടതായിട്ട് പറയുന്നില്ല മാനേജിങ് ഡയറക്ടർ. അപ്പോൾ സൈലൻസർ ഘടിപ്പിച്ച റിവോൾവർ വെച്ചിട്ട് അദ്ദേഹം നെഞ്ചിലേക്ക് നിറയൊഴിച്ചുകൊണ്ട്, ശക്തിയായിട്ടുള്ള നിറയൊഴിക്കലായിരുന്നു, കാരണം അത് നെഞ്ച് തകർത്തുകൊണ്ട് അത് പുറത്തുകൂടി പുറത്തിറങ്ങിയ തുളഞ്ഞു കയറിപ്പോയ രീതിയിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി അതിൻ്റെ ഫോറൻസിക് എവിഡൻസും ഒക്കെ കണ്ടെത്തേണ്ടത് CID-യെ നിയമിച്ചിട്ടുണ്ട് കർണാടക പോലീസ്. IT-യെ ചാരാമോ എന്ന് വിചാരിച്ചിട്ട്, IT-ക്ക് പഴി കൊടുക്കാമോ, മോദിക്കിട്ടൊരു പണി കൊടുക്കാമോ എന്ന് വിചാരിച്ചാൽ അതൊന്നും ഭരിച്ചിട്ടില്ല.
എന്തായാലും അതൊക്കെ പൊള്ളയാണെന്ന് തിരിച്ചത്. വേറെ എന്തോ ദുരൂഹമായ രഹസ്യങ്ങളുണ്ട്. സ്ലൊവാക്യ മുതലായ രാജ്യങ്ങളിലെ ദുഷ്ടശക്തികളുമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്തോ പുറത്തു പറയാൻ കൊള്ളാത്ത എന്തോ കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു കത്തെങ്കിലും എഴുതി വെക്കില്ലേ? ഇത്രയും എഴുതാനും വായിക്കാനും അറിയാവുന്ന നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ എഴുതിയെങ്കിലും അത് വെക്കില്ലേ? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. തീർച്ചയായിട്ടും വളരെ കേരളത്തിന് വലിയൊരു നഷ്ടം തന്നെയാണ്. കാരണം വലിയൊരു വ്യവസായിയാണ് നഷ്ടപ്പെട്ടു. പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട്. CPM കോൺഗ്രസും പറയുന്ന IT-കാർ ഇങ്ങനെ കൂടുതൽ കിടന്നങ്ങ് അറുമാദിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ തന്നെയല്ലേ പറയുന്ന കോർപ്പറേറ്റ് ചങ്ങാതിത്തം, കോർപ്പറേറ്റ് മുതലാളിമാരെയൊക്കെ അവർ തലോടുകയുള്ളൂ, അവരെ ഒന്നും ചെയ്യില്ലെന്ന്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ നേരത്തെ പറഞ്ഞത് പിൻവലിക്കണം. രണ്ടഭിപ്രായം പറയരുത്. ഇയാൾ കോർപ്പറേറ്റ് മുതലാളിയാണല്ലോ. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഏജൻസിയായ IT, അല്ല കർണാടകത്തിന്റെ ഏജൻസി അല്ലല്ലോ. വേട്ടയാടി എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് വളരെ കർക്കശമാണ് കോർപ്പറേറ്റ് മുതലാളിമാരോടും എന്നല്ലേ അതിന്റെ അർത്ഥം? ഇതിൽ ഏതെങ്കിലും ഒന്ന് പറയണം. അങ്ങനെ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവർ ഒരു കാര്യം പറയാൻ പാടുള്ളൂ, അല്ലേ? അങ്ങനെ സത്യം എന്തായാലും നമുക്ക് സത്യം പുറത്തു വരട്ടെ. അതെ, അദ്ദേഹം നല്ലവനാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പരം ഒരു സന്തോഷമില്ലതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.